അപ്പോൾ ബിദ്അത്ത് ഇരുട്ടാണ്, ഖുറാഫാത്ത് ഇരുട്ടാണ്, തെളിവിൻ്റെ അഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇരുട്ടാണ്. എന്നാൽ ഖുർആനും സുന്നത്തും അനുസരിച്ച് പ്രവർത്തിച്ചാൽ അത് വെളിച്ചമാണ്. മൂന്നാമത് വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം, അള്ളാഹു അവരെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കും. അഥവാ യഹൂദരുടെ മാർഗമല്ല, ക്രൈസ്തവരുടെ മാർഗമല്ല, അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമാക്കപ്പെട്ടവരുടെ വഴിപിഴച്ചു പോയവരുടെ മാർഗമല്ലാതെ അമ്പിയാക്കളുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ വഴിയിൽ എത്തിപ്പെടാനും ഇൽമു കൊണ്ടല്ലാതെ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇൽമു നേടുന്ന ആളുകൾക്ക് സമാധാനത്തിൻ്റെ വഴിയിൽ പ്രവേശിക്കാൻ പറ്റും, പ്രകാശത്തിൻ്റെ വഴിയിൽ എത്തിപ്പെടാൻ പറ്റും, സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ച് സ്വർഗത്തിലെത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ നേരം വെളുത്ത് രാവിലെ തന്നെ പടച്ച റബ്ബിനോട് നമ്മൾ ചോദിക്കേണ്ടത് അറിവാണ്. പടച്ചോനെ, എനിക്ക് അറിവ് തരണം. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇന്നത്തെ എൻ്റെ ഈ ഒരു ദിവസം, ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളും. അതുകൊണ്ട് പടച്ച റബ്ബേ, എൻ്റെ രാവിനെയും എൻ്റെ പകലിനെയും ധന്യമാക്കുന്ന വിജ്ഞാനം നീ എനിക്ക് നൽകണമേ. അവിടെ ഇൽമിനെ മുന്തിക്കാനുള്ള കാരണം അതാണ്.